ബഹുമാനമായാലും സ്നേഹമായാലും സൗഹൃദമായാലും ആത്മാർത്ഥതയില്ലെങ്കിൽ എല്ലാത്തിനും ഒരു വരെയുള്ളൂ: അഭിനയം. തകർക്കാനും തളർത്താനും പലരുമുണ്ടാകും. തളരാതെ മുന്നോട്ടു പോകുക. കാരണം ജീവിതം നമ്മുടെയാണ്, ജീവിക്കേണ്ടത് നമ്മളാണ്. സ്വയം സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് താൻ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ പെരുമാറ്റ രീതികളെ സ്വന്തം പെരുമാറ്റ രീതികളായി തന്നെ പരിഗണിക്കാൻ സാധിക്കും. ജീവിതത്തിൽ എന്ത് കിട്ടിയില്ലെന്നോർത്ത് നിരാശ വർദ്ധിപ്പിക്കാതെ ജീവിതത്തിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എത്ര വിജയങ്ങൾ നേടിയാലും എന്തെല്ലാം സമ്പാദിച്ചാലും ശൂന്യമായ കൈകളോടുകൂടിയാണ് ഇവിടം വിടേണ്ടതെന്ന് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു. ദേഷ്യം വരുമ്പോൾ ശബ്ദമുയർത്തി സംസാരിക്കാൻ മനഃശക്തിയുടെ ആവശ്യമില്ല. എന്നാൽ ദേഷ്യം വരുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കാൻ നല്ല മനഃശക്തി വേണം. അനുഭവത്തെക്കാൾ വലിയൊരു പാഠവും ജീവിതത്തെക്കാൾ വലിയൊരു വിദ്യാലയവും ഈ ഭൂമിയിൽ മറ്റൊന്നില്ല. വിജയിക്കണമെങ്കിൽ വിജയിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം പരാജയത്തെക്കുറിച്ചുള്ള ഭയത്തേക്കാൾ വലുതായിരിക്കണം. ഒരേ തീരുമാനം 2 പ്രാവശ്യം എടുക്കരുത്. ഉറച്ച തീരുമാനം കൈക്കൊള്ളാൻ മതിയായ സമയം വിനിയോഗിക്കുക. നിങ്ങൾ ജന്മന വിജയിയോ പരാജിതനോ അല്ല. ജനിച്ചതു മുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതം മുന്നോട്ടു പോകുന്നത്. നിരന്തരമായ പരിശ്രമങ്ങളാണ് നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിന് ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും യാതൊരു അർത്ഥവുമില്ല. ജീവിതമെന്നാൽ ഒരു തുറന്ന പുസ്തകമാണ്. വായനക്കാരുടെ മനസ്സിലാക്കൽ പോലെയായിരിക്കും ആ പുസ്തകത്തിന്റെ സാരാംശം. സ്വന്തം മനസ്സിന്റെ മനോഭാവം അനുസരിച്ചായിരിക്കും കാണുന്ന കാഴ്ചകളുടെ ഭംഗി. നമ്മുടെ ലോകം സ്വയം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ കർമ്മം. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും അത് നിങ്ങളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്നും നിങ്ങൾക്കറിയാമെങ്കിൽ ജീവിതം എത്രയോ രസകരമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ പ്രതിബന്ധങ്ങൾ പോലും അവസരങ്ങളായി മാറും. അറിവിനേക്കാൾ അതിൽ നിന്നും ഉണ്ടാകുന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ അറിവ്. പ്രധാനമായും ആളുകൾ മറ്റുള്ളവരെ തരം താഴ്ത്തുന്നത് അസൂയ കൊണ്ടും അപകർഷതാ ബോധം കൊണ്ടുമാണ്. നിങ്ങൾ അവരെക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലാണെന്നതുകൊണ്ടാണ് തരം താഴ്ത്തലുകൾ നടക്കുന്നത്. ജീവിതത്തിൽ നമ്മെ തളർത്താൻ ശ്രമിച്ചവരെ വെല്ലുവിളിക്കേണ്ടത് നമ്മുടെ വാക്കുകൾ കൊണ്ടല്ല, പകരം നമ്മുടെ വിജയം കൊണ്ടാണ്. മറ്റൊരാൾക്ക് വളരെ സന്തോഷകരമായ കാര്യം നമുക്ക് വിഡ്ഢിത്തമായി തോന്നുമെങ്കിലും അവരുടെ സന്തോഷത്തിനായെങ്കിലും അത് അംഗീകരിച്ചു കൊടുക്കുക. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മോശമായ കണ്ടെത്തലാണ് പണം. എന്നാൽ മനുഷ്യ സ്വഭാവം പരീക്ഷിക്കുന്നതിനുള്ള ഏറ്റവും വിശ്വസനീയമായ വസ്തുവും ഇതുതന്നെ. മനസ്സറിഞ്ഞ് സ്നേഹിച്ചവരെ മരിക്കുവോളം മറക്കാൻ സാധിക്കില്ല. കാരണം മനസ്സിന്റെ ഉള്ളിൽ അവർക്കെന്നും പ്രിയപ്പെട്ടവർ തന്നെയായിരിക്കും. ആരും ആരുടെയും ദുഃഖങ്ങൾക്ക് കാരണമല്ല. നല്ല മനക്കരുത്തുള്ളവർ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കും. യാഥാർത്ഥ്യവും പ്രതീക്ഷയും തമ്മിലുള്ള അകലമാണ് നിരാശ. എത്രത്തോളം പ്രതീക്ഷകൾ നഷ്ടമാകുന്നു അത്രത്തോളം നിരാശകൾ നമ്മളെ തേടിയെത്തും. അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത് അവസാനിപ്പിക്കുക. നിങ്ങളിലേക്ക് സന്തോഷം കടന്നു വരും. പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നത് തന്നെയാണ് അന്വേഷണാത്മക കണ്ടെത്തലുകളിലും ബുദ്ധിപരമായ നിഗമനങ്ങളിലും എത്തിച്ചേരുവാനുള്ള ഏക വഴി. ഏറ്റവും നല്ല ശീലങ്ങളിൽ ഒന്നാണ് ക്ഷമ. ജീവിതത്തിൽ ക്ഷമിക്കുന്നവരെ കണ്ടാൽ അവർ ഭീരുക്കളാണ് എന്ന് കരുതരുത്. ക്ഷമിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങളെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടില്ല. നല്ല ഓർമ്മകളും നല്ല ചിന്തകളും സന്തോഷവും സ്നേഹവും ഒക്കെ സൂക്ഷിച്ചു വെക്കാറുള്ള പളുങ്കുപാത്രമാണ് നമ്മുടെ മനസ്സ്. അസൂയയും ദേഷ്യവും വെറുപ്പും സൂക്ഷിക്കാനുള്ള ചവറ്റുകൊട്ടയല്ല. അമിതമായ ചിന്തകൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക. സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇടുങ്ങിയ ചിന്താഗതിയിൽ സ്വന്തം സ്വപ്നങ്ങളെ തളച്ചിടാതെ ചിറകുകൾ വിടർത്തി പറക്കാൻ ശ്രമിക്കുക. പുതിയ ആകാശങ്ങൾ നിങ്ങൾക്കായി തുറക്കും. നമ്മുടെ ജീവിതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. എന്താണ് നമ്മൾക്ക് നാളെ സംഭവിക്കുക എന്ന് അറിയാതെയാണ് നമ്മൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ഒരു ശത്രുവുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കരുതലോടെ ജീവിക്കാൻ തുടങ്ങും. കരുതലും ശ്രദ്ധയും കൂടുന്തോറും നമ്മുടെ ചില കഴിവുകൾ വർദ്ധിക്കുകയും നമ്മൾ കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാനും തുടങ്ങും. മനുഷ്യൻ വിചാരിച്ചാൽ നടക്കാത്ത 2 കാര്യങ്ങളുണ്ട്. ഒന്ന്,
ദുഃഖം വിൽക്കാൻ സാധിക്കുന്നില്ല. മറ്റൊന്ന് സന്തോഷം വാങ്ങുവാനും സാധിക്കുന്നില്ല. കരുതലോടെ ജീവിക്കുക, മുന്നോട്ടുള്ള വിജയവും നേടുക.